എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിൽ റിയാക്ഷനാണ്. മാർക്കോ സിനിമയുടെ ഡിലീറ്റഡ് സീന് യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതായത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ആണ് ഇത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരുപാട് സീനുകൾ വരും. എന്തായാലും റിയാസ് ഖാനുമായിട്ടുള്ള ഒരു സീനാണ്, കോമ്പിനേഷൻ സീന്, അതായത് മാർക്കോയും റിയാസ് ഖാനും. അപ്പോൾ ആ ഒരു സീനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തമ്പനയിൽ ഗംഭീര സാധനം, തമ്പനയിൽ സൂപ്പറായിട്ട്. എന്തായാലും കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. ഇന്നലെ വൈകിട്ട് അയച്ചെന്നാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെച്ചോണ്ടിരുന്ന. ഇതുവരെ കണ്ടിട്ടില്ല, കണ്ടു നോക്കട്ടെ. ത്രില്ലിലാണ്. എന്തായാലും സോണി ലീവിൽ ഇപ്പോൾ ഇത് സ്ട്രീമിങ് ചെയ്യുന്നുണ്ട് കേട്ടോ സിനിമ. പക്ഷേ തിയേറ്ററിൽ വന്ന അതേ വേർഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അൺകട്ട് വേർഷൻ വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പ്രേക്ഷകർ, പക്ഷേ കിട്ടിയില്ല. അല്ല, ഇനി ഡിലീറ്റഡ് സീന് വരുമോ? ഇനി 7 മിനിറ്റ് എങ്ങാണ്ടാണ്, 7 ചില്ലറങ്ങാണ്ടിലാണ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ 3 സംതിങ് ഉണ്ട്, 3:18 ഉണ്ട്. 3:18 പിന്നെയും ബാക്കിയുണ്ട്. പക്ഷെ പ്രശ്നം എന്താ അറിയോ, ഈ സീനിന്റെ ഇടയിലുള്ള ചില ക്ലിപ്പുകൾ അല്ലെങ്കിൽ ഷോട്ടുകൾ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് വയലൻസിന്റെ അങ്ങേ അറ്റം വരുന്ന സാധനങ്ങളൊക്കെയാണ്. അതൊരു 16 സെക്കൻഡ് 15 സെക്കൻഡ് അങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സീനായിട്ട് വരൂല, ഒരു പ്രതീക്ഷയും വേണ്ട. ഇത് മൊത്തത്തിലൊരു സീന് കളഞ്ഞതാണ്. അതെ, ഈ ഒരു പോർഷനെ കട്ട് ചെയ്ത് കളഞ്ഞതാ 3.5 മിനിറ്റ്. അതുകൊണ്ടാണ് ഇത് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ടാവുക. ഇനി അങ്ങനെ വേറെ സീനുകൾ ഉണ്ടെങ്കിൽ സീന് വേറെ ഉണ്ടാവോ അറിയില്ല. അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. ഇത് പിന്നെന്താ അറിയോ, ആൾറെഡി റിയാസ് ഖാൻ ഉണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് അറിയായിരുന്നു. അതൊരു സത്യം. അപ്പൊ എന്തായാലും ആ സാധനമെങ്കിലും പുറത്ത് വിട്ട് കൊടുത്തിട്ടില്ലെങ്കിലേ പ്രശ്നമാവും. റിയാസ് ഖാന് വേണ്ടിയിട്ട് ഒരുപാട് പേര് കാത്തിരുന്നുണ്ട് സിനിമയില്. അതെ അതെ അതെ. പിന്നീടല്ലേ, അതും ആ ട്രെൻഡ് സമയത്താ. അതുമല്ല, റിയാസ് ഖാൻ ഉള്ള സീന് മാരക സാധനമാണെന്നുള്ള ഒരു സംഭവം കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും ഇത് ജനങ്ങൾ മൊത്തത്തിൽ അറിയാൻ കാരണം അടിച്ചു കയറി വാ എന്ന് പറഞ്ഞ ആ ട്രെൻഡ് ആയില്ലേ, ആ സമയത്താണ് റിയാസ് ഖാൻ ഇതില് ഓൺ ബോർഡ് ആയത്. ഉണ്ണിമൂന്നിന്റെ അടുത്ത് പോയിട്ട് ആ ഡയവ് പറയുന്നു, ആ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിച്ചു കയറി വന്നു, പക്ഷെ ആളുണ്ടായിരുന്നില്ല. ഓക്കെ, എന്തായാലും ഡിലീറ്റഡ് സീനിൽ കിട്ടിയാലോ, കാണാം. സിനിമ യൂണിവേഴ്സ് മാറിയോ? സിനിമയിൽ അങ്ങനെ ആളില്ല. മറ്റത് എന്താണ്, അടിച്ചു കയറി വാ, ആ ഡയലോഗ് കൊടുക്കണായിരുന്നു. പോലീസുകാരനല്ലേ? ഈ കേസ് ഞാൻ തീരുമാനം ഉണ്ടാക്കും. പിന്നെ മയൽപ്പീലികളെ ഞാൻ മാജിസ്ട്രേറ്റ് എടുത്തു കൊണ്ടുപോകും. അവര് ജാമ്യത്തിൽ പോട്ടെ. ഇതൊന്നും അത്ര വലിയ തെറ്റല്ലേ. മോളുടെ വീട്ടില് 2 വീലറും 4 വീലറും ഉള്ളതല്ലേ, പിന്നെ എന്തിനങ്ങനെ ബസ്സിൽ കയറി ആളി പിടിച്ചോണ്ട് പോണത്? ഇതൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പിന്നെ കാര്യം കഴിഞ്ഞപ്പോ ഞങ്ങളൊക്കെ കുറ്റക്കാരൻ. ഇപ്പോഴത്തെ പിള്ളേരുടെ തമാശകളെ ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ടോ? ചന്തി തൊട്ടതും പിടിച്ചാണ് പ്രശ്നമെങ്കിലേ മോളെ എന്നാ എന്റെ വിളിച്ചോ. എന്താ എന്നാ ആദ്യം ഇവനിരിക്കും. കൊള്ളാം. ബോൾ കേട്ടോ.
ഓ പൊളി. വരട്ടെ, വീരനാവട്ടെ. ഇത് ലോലല്ലേ, ലോലാപ്പി മാർക്കോ. ചെല്ലിനുള്ളിൽ കയറി. കണ്ണു കുത്തിപ്പൊട്ടിച്ച്. അത് കൊള്ളാം. പക്ഷെ വേറൊരു കാര്യം പറയട്ടെ, ഈ സീനുകൾ സിനിമയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ആ ലാസ്റ്റ് ഉണ്ട് കണ്ണ് സ്വന്തം നമ്മൾ തന്നെ കുത്തിപ്പൊട്ടിച്ചേനെ. ഇതൊക്കെ സിനിമയിലുണ്ടായിരുന്നെങ്കിൽ. ഒരു കാര്യം പറയട്ടെ, ഈ സീന് ഒരിക്കലും പുറത്തു വിടാൻ പാടില്ലായിരുന്നു. സത്യം കേട്ടോ, എനിക്ക് അറപ്പ് തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ ഈ ഒരു സീന് ആ സിനിമയായിട്ട് പുല ബന്ധമില്ലല്ലോ. എന്താണ് മാർക്കോന്റെ ക്യാരക്ടറൊക്കെ വേറെ ക്യാരക്ടറായിരുന്നു വന്നു കഴിഞ്ഞപ്പോലെ. ഡിഫൻഡറിലൊക്കെ വന്ന മാർക്ക് അതുകൊണ്ട് ഫാസിനോയിലോ സുസുക്കിയിലോ ആക്സസിന്റെ വൈബില് ഗോവയിലേക്ക് ഇതിന് പോകുന്ന പോലുണ്ട്. എന്നിട്ട് അതിന് ശേഷം എന്തെങ്കിലും അറിഞ്ഞിട്ടാകുമല്ലോ അവിടെ ചെല്ലുന്നത്. എന്നിട്ട് പിടിച്ചു എന്നറിയുന്ന മാർക്കോ നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നു. സ്റ്റേഷനിൽ പോലീസ് മൊത്തേ അതൊരു തെറ്റല്ലല്ലോ. എന്താണ് അയ്യേ തൊലി ഉരിഞ്ഞു സീൻ കണ്ടപ്പോ സത്യം എന്താണ് കാണിച്ചത്. സത്യമായിട്ട് പറയാ, നിങ്ങളിത് കട്ട് ചെയ്തത് ഇതിന്റെ എഡിറ്റർ ആരാണെങ്കിലും എല്ലാരോടും പറയണ ഏറ്റവും നല്ലൊരു തീരുമാനമായിരുന്നു. ഇത് ഷൂട്ട് ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. എടുത്തു വെച്ചാ ആലോചിക്കാട്ടോ. അയ്യോ കൊള്ള ഫൈറ്റ് അത് ഗംഭീരാണ്. അതുമല്ലേ ഉണ്ണിമൂന്നിന്റെ മാർക്കോന്റെ കോസ്റ്റ്യൂമോ. കോസ്റ്റ്യൂം പിന്നെ ഈ ഫൈറ്റ് എന്തിനാ, അതായത് ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ വെറുതെ മനഃപൂർവ്വം കുത്തി കയറ്റിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് വെറുതെ ഒരു മാസത്തിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയ പോലെ. ശരിക്കും മാർക്കോ കണ്ടവർക്ക് അറിയാം, മാർക്കോ സിനിമയില് ആ നായികയും ഉണ്ണിമൂന്നനും തമ്മിൽ ഇത്ര വലിയൊരു അറ്റാച്ച്മെന്റിന് ഒരു സാധനം പോലും കാണിക്കുന്നില്ല. എന്നിട്ട് ആൾക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞു വരുന്നു, എന്നിട്ട് പോയിട്ട് സ്റ്റേഷനിൽ ഫൈറ്റ് ചെയ്യുന്നു. അല്ല ഈ നായികയാണോ, അതായത് മാർക്കോനെ ഒരു സമയത്ത് ഇട്ടിട്ട് പോകുന്നത്, നീ എപ്പോഴും ശല്യാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുള്ളൂ പറഞ്ഞിട്ട് അതായത് കയറി പിടിച്ചവന്റെ കണ്ണ് കുത്തി പൊട്ടിച്ച നായകനെ ഇട്ടിട്ട് പോകുന്നോടി. അതുമല്ല സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാ ഇതൊക്കെ വലിയ കാര്യമാണോ മോളെ. അത് ഒരാളല്ലേ, എല്ലാവരും എല്ലാരും അങ്ങനെ അമ്പോ. ഇനി വേറൊരു കാര്യം, അതായത് റിയാസ് ഖാൻ ഇതുവരെ ഇവരുടെ ഒരു സിനിമയിലും ഇല്ല. അതായത് മാർക്കോയുമായിട്ട് ഇവര് തമ്മിലുള്ള ഒരു സാധനവും കാണിച്ചിട്ടില്ല. എന്നിട്ട് വെറുതെ ഒരു മനുഷ്യൻ സ്റ്റേഷനിലോട്ട് കയറി ചെല്ലുന്ന ഇത്രയും വലിയ വാശിയൊക്കെ ഉണ്ടാവും ഒരു പോലീസുകാരന്. ആ വക്കീല് നമ്മൾ കണ്ടിട്ടുണ്ടോ അതിന് മുമ്പ് സിനിമയിലല്ലോ? ഞാൻ കണ്ടിട്ടില്ല, വന്നിട്ടില്ലല്ലോ. എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ അത് ആരാ എവിടുന്നതൊക്കെ വന്നത്? പിന്നെ റിയാസ് ഖാന്റെ ക്യാരക്ടർ എന്താണ് അതാ ആദ്യം പറഞ്ഞ ഒരു പുല ബന്ധമില്ലാത്ത കുറെ ക്യാരക്ടേഴ്സ്. അത് പറഞ്ഞ ഞാൻ ആദ്യം അത് തന്നെ പറഞ്ഞത്. ഞാൻ കരുതി പൂന്ന് പറഞ്ഞ് നിർത്തിയപ്പോഴേ ശരിക്കും എനിക്ക് മത്തായി എന്റെ പൊന്നു വല്ലാത്തൊരു സാധനം തന്നെ ആയി പോയിട്ടാ. ഡിലീറ്റ് ചെയ്തത് വളരെ നന്നായി. ഇത് ഇവരെ അറിഞ്ഞു കൊടുത്തതാട്ടോ. എന്താണെന്നറിയോ, ഇനി ചോദിക്കരുത്, കളഞ്ഞതൊക്കെ ഈ ലെവലാണ് എന്നുള്ളത് തോന്നിപ്പിക്കാൻ. ഒരു സിനിമ എടുത്തിട്ട് അതിനകത്ത് ഞങ്ങൾ ഇന്ന സാധനം ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം മോശമായിരിക്കും ഞങ്ങൾക്കറിയാം. ഇനി നീയൊക്കെ കിടന്ന് ചോദിച്ച് ഉണ്ടാക്കണ്ട, തരാം. അങ്ങനെ തന്ന സാധനമായിട്ട് ഇനി ചോദിക്കരുത്. നിങ്ങൾ ആരും ചോദിച്ചോ ഇനി ചോദിക്കരുത്. എന്താണെങ്കിലും അടിപൊളി തീരുമാനം. ഇത് ശരിക്കും നമ്മുടെ ലൂസിഫർ സിനിമ അല്ലേ, അതുപോലുണ്ട്. അതിലൊരു സീൻ ഉണ്ടായിരുന്നു, മയിൽവാഹനത്തിനെ മോക്ക് ചെയ്യുന്നൊരു സീന്, റോഡിൽ നിന്ന് കാണുന്ന ഒരു ഇടവഴിയിൽ നിന്ന്. അതും ഹെൽമെറ്റ് ഒന്നും വെക്കാതെ ഗ്ലാസ് ഒക്കെ വെച്ച് ഏതോ ഒരു സ്റ്റീഫൻ, നമ്മൾ കണ്ട സ്റ്റീഫൻ അല്ല അത്. എന്നിട്ട് റോങ് സൈഡ് കയറിയിട്ട് ചെന്ന് പറയണേ പെറ്റി അടിക്കണമെങ്കിൽ അടിച്ചോന്നൊക്കെ. എന്നിട്ട് തിരിഞ്ഞോട്ടമുണ്ട്. എന്റെ പൊന്നോ, അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് വളരെ നന്നായി. കോടി കിട്ടിയതിന് 100 സംതിങ്.
50 കോടിയിൽ നിന്നേനെ ഈ ഒരു ഇതുണ്ടെങ്കിൽ. സത്യമായിട്ടും ഈ സീൻ ഉണ്ടായിരുന്നെങ്കിൽ അത്ര അത് ഇനി പിന്നെ ഇത് സീൻ ഇതിന്റെ ഈ കണക്ഷൻ ഒക്കെ വരണമെങ്കിൽ വേറെ സീനുകൾ വേണം. പിന്നെ വേണേ അത് വേറെ രീതിയിലായി പോയേനെ സിനിമ തന്നെ. അത് കട്ട് ചെയ്ത സത്യമായിട്ടും അറിയാം പ്രൊഡ്യൂസർക്ക് ഈ ഒരു സീൻ എടുത്തതിന് നല്ല നഷ്ടം ഉണ്ടാവും. പക്ഷേ നന്നായി അതുകൊണ്ട് അതിനേക്കാളും വലിയ നേട്ടം ഉണ്ടായി തീർച്ചയായിട്ടും. അല്ല സിനിമയിൽ ഇപ്പോൾ നമ്മൾ നല്ലൊരു മനോഹരമായ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ ചെറീസിന് പകരം ചെറിയൊരു ആട്ടും കാട്ടം കൊണ്ട് വെച്ചാൽ ഒരു 5-8 കുരുക്കൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കേക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? എന്നാ പറ്റുമോ? ഇല്ല. അത്രേ ഉള്ളൂ. അതാണ് ഇതിന്റെ മാറ്റം. ഇത് വളരെ നന്നായ ഒരു തീരുമാനമായിരുന്നു. വീണ്ടും പറയാണ്, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് വളരെ നല്ലൊരു തീരുമാനമായിരുന്നു. അയ്യോ ഞെട്ടിച്ച്. ശരിക്കും ഞങ്ങൾ കാണാതിരിക്കരുത്, റിയാക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് കണ്ടതാ, വേണ്ടില്ലായിരുന്നു ഇപ്പൊ തോന്നുന്നു. സീനനുസരിച്ച് എല്ലാം മാറുന്നുള്ളതിന് തെളിവാണ്. സിനിമയുടെ ടോട്ടൽ മൂഡേ മാറിപ്പോയി, പിന്നെ ക്യാരക്ടറിന്റെ ഡെപ്ത് മാറിപ്പോയി, പിന്നെ അതൊക്കെ അപ്പുറം രവി ബസ്രൂറാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ സ്ഥലത്തുള്ള BGM ഒക്കെ എന്താ, അതൊക്കെ പോട്ടെ, നമ്മുടെ ഉള്ളിലൊരു മാർക്കം ഉണ്ട്, നമ്മൾ കണ്ടുവച്ചേക്കണ സാധനം. ആ സാധനത്തിന് കൊണ്ടുപോയിട്ട് തുടക്കത്തില് ഫുൾ കോമാളി എവിടേക്കോ ട്രിപ്പൊക്കെ പോണ ആ ഒരു സെറ്റപ്പിലാണ്. അതിനകത്ത് ഒരു സീൻ കാണിക്കണമെങ്കിൽ ആ സീനിലേക്ക് വരുന്ന ആൾക്കാരും ഈ മാർക്കോയും തമ്മിലുള്ള ബന്ധം, ആ ഒരു സാധനം എന്തായാലും കാണിക്കണ്ടേ. ഈ ഒരു സീൻ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ കാമുകിക്ക് വേണ്ടി പോണതാണ്. ഇതൊരു ലവ് സ്റ്റോറി അല്ലല്ലോ മാർക്കോ സിനിമ. അതിലെന്ത് ബന്ധമുള്ളത് ഈ ഒരു ലെയർ? ഞാൻ നിർത്തി, മതി. എനിക്ക് കൂടുതലൊന്നും പറയാനില്ലേ. നന്ദി പറഞ്ഞു. താങ്ക് യു.